മലയാള സിനിമയിലെ വില്ലന്മാർ നമുക്ക് ഒരു സമയത്ത് വില്ലന്മാരെന്ന് പറഞ്ഞാൽ നല്ല കിടുകാച്ച് വില്ലന്മാർ. അന്യഭാഷയിൽ നിന്നൊന്നും വേണ്ട, നമ്മുടെ മലയാളത്തിൽ തന്നെ ഇഷ്ടം പോലെ വില്ലന്മാരുണ്ട്. അന്യഭാഷയിൽ നിന്നുള്ള വില്ലന്മാരുണ്ടായിരുന്നു, പക്ഷെ എല്ലാം കിഡിലൻ ക്യാരക്ടേഴ്സ് ഉള്ള വില്ലന്മാരാണ്. നമ്മൾ ഈ ഇടയ്ക്ക് നമുക്ക് തുടരുമിലെ ജോർജ് സാറിനെ കണ്ടപ്പോൾ ഒരു ക്ലാസ് വില്ലനെ നമുക്ക് കിട്ടിയെന്ന് വരും. ഇപ്പം പലയിടത്തും ചർച്ച ചെയ്യാം 90കളിലെ വില്ലന്മാർ, 2000-ലെ വില്ലന്മാർ. എന്തായാലും ഞാൻ 90കളിലെ വില്ലന്മാർ എന്നാ എനിക്കറിയാവുന്ന പേരുകളൊക്കെ കുറച്ച് പേരൊക്കെ ഈ കുറച്ച് സമയത്തുള്ളിൽ എന്ന് പറയാം. നിങ്ങളുടെ പേരുകളൊക്കെ പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വില്ലന്മാർ. എനിക്ക് തോന്നുന്നത് ഒരു രക്ഷയില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറി വരുന്ന FIRലെ നരേന്ദ്ര ഷെട്ടി, പിന്നെ നരേന്ദ്രപ്രസാദും NF വർഗീസും തകർത്തേക്കുന്നവരാണ് രണ്ട് സമയത്തും. വില്ലന്മാരായിട്ടും കോമഡിയൻസായിട്ടും ഒക്കെ ചേരണമെങ്കിലും നരേന്ദ്രപ്രസാദ് ഏകലവ്യനായാലും നമ്മുടെ 6-ാം തമ്പുരാൻ പോലും ഇഷ്ടംപോലെ സിനിമകളിനകത്ത് കിട്ടുകാച്ചി വില്ലനാണ്. പത്രം മാത്രം മതി NF വർഗീസിന്റെ സൗണ്ടും വില്ലനിസും ഒക്കെ മനസ്സിലാക്കാൻ, മാക്സിമം പത്രം മാത്രം മതി. പിന്നെ അങ്ങനെ ഒരുപാട് പേര്, കീരിക്കാടൻ ജോസ് നമ്മുടെ കിരീടത്തിനകത്ത്, അതുപോലെ നമ്മുടെ സ്വാമി നമ്മുടെ ജോണി വാക്കറിനകത്തും ഒക്കെ, ഹൈവേക്കകത്തും ഒക്കെ സ്വാമി. പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കാർലോസ്, രാജംബി ദേവ്. ആ തുടക്കത്തിൽ കാറിനകത്ത് വരുന്ന ഒരു സീൻ, ഒരാളെയും കൂടി ഇങ്ങനെ വലിച്ചെഴച്ചുകൊണ്ട് വരുന്ന സീൻ. ഇതുവരെ മലയാള സിനിമ കാണാത്ത രീതിയിലുള്ള രാജംബി ദേവിന്റെ വില്ലനിസം. പിന്നെ രാജംബി ദേവ് ഒരുപാട് പടത്തിൽ വില്ലനായിട്ടുണ്ട്, അത് ഗംഭീരമാണ്. സ്ഫടികത്തിനകത്ത് നമ്മുടെ സ്ഫടികൻ ജോർജ് എന്ന് തന്നെയാണ് പേര്. അതുപോലെ തന്നെ ദി കിങ്ങിനകത്ത് ദേവൻ, രക്ഷയില്ലാത്ത വില്ലൻ, ഹാൻസം വില്ലൻ. മുരളി എന്തോ വില്ലനാണ്. കിങ്ങിനകത്തും ട്രൂത്തിനകത്തും ഒക്കെ കിഡിലോസ്കി വില്ലൻ. എന്തായാലും നിങ്ങൾ പറയുക, നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട വില്ലന്മാർ. ഇനി ഞാൻ പറയാത്ത ഒരുപാട് വില്ലന്മാർ കാണും, സംശയമില്ല. അത് നിങ്ങൾ എന്തായാലും കമന്റ്സ് രേഖപ്പെടുത്തുക. വില്ലന്മാർ നമുക്ക് നായകന്മാർക്ക് ബൂസ്റ്റപ്പ്. എനിക്ക് തോന്നുന്നു വില്ലന്മാർ സ്ട്രോങ് ആയാലേ നായകൻ സ്ട്രോങ് ആകത്തുള്ളൂ. ലേറ്റസ്റ്റ് ഇറങ്ങിയ തുടരുന്നതിനകത്തെ വില്ലൻ ജോർജ് സാർ സ്ട്രോങ് ആയപ്പോഴാണ് മോഹൻലാലിന്റെ ഷൺമുഖൻ സ്ട്രോങ് ആയത്. അന്നേരം ഇനിയും വരട്ടെ ഇതുപോലെ ഗംഭീര വില്ലന്മാർ.